പ്രിയ രക്ഷിതാക്കളെ, കഴിഞ്ഞ വർഷം നമ്മൾ ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ എന്ന പേരിൽ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികളെ സെലക്ട് ചെയ്തു അവർക്കുള്ള കോച്ചിങ്ങോട് കൂടിയ ഹൈസ്കൂൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുട്ടികൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പോരായ്മകളും മനസ്സിലാക്കി ഒബ്ജക്റ്റീവ് എക്സാം എന്താണ്, എങ്ങനെയാണ് എക്സാം എഴുതുക, എങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ എത്രത്തോളം മുന്നോട്ട് പോയി എന്നറിയണമെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തികൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അവരെത്രത്തോളം നിന്ന പൊസിഷനിൽ മുന്നോട്ട് നീങ്ങിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഹാർവസ്റ്റിലെ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് പറയാനും പറ്റും. നമ്മളെ കുട്ടികളെ ഓരോ ടോപ്പിക്ക് ബേസിൽ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരു ടീച്ചറെ പോലെ തന്നെ ക്ലാസ് എടുത്ത് അത് അവർക്ക് കാണിച്ചു കൊടുത്ത് കൃത്യമായിട്ട് അവരുടെ പോരായ്മകളും കാര്യങ്ങളും മനസ്സിലാക്കി അവർ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംവിധാനത്തിലൂടെ ഒരു ടീച്ചറെ പോലെ അവർക്ക് ബിഹേവ് ചെയ്യാനും ഒരു ക്ലാസ് നല്ല രീതിയിൽ എടുക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ടോപ്പിക്ക് അവർ നല്ല രീതിയിൽ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവരെ ക്ലാസ് എടുക്കുന്ന ശൈലിയോടും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ മക്കൾ ഓരോ ടോപ്പിക്കും ചെറിയ ചെറിയ ടോപ്പിക്കാക്കി അവരത് പ്രിപ്പയർ ചെയ്ത് ഓരോ ടീച്ചറും ക്ലാസ് എടുക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ രക്ഷിതാക്കളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് ഒരുപാട് പോരായ്മകളുണ്ടാവും. വലിയ ടീച്ചേഴ്സല്ല, ചെറിയ മക്കളാണ്. അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും, അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവരുടെ ആക്ഷൻസും അതുപോലെ തന്നെ എഴുത്തുകളിലും സംസാരത്തിലും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും നമ്മൾക്ക് കണ്ടേക്കാം. എല്ലാറ്റിലുപരി അവരതിന് മുന്നോട്ട് വന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഹാർവസ്റ്റ് കാണുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണത്. കാരണം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് രണ്ട് മാസത്തിനടുത്ത് ആയിട്ടുള്ളൂ. ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇങ്ങനത്തെ ഒരു വലിയ ടാസ്ക് വർഷങ്ങളോളം പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഒരു ഓൺലൈൻ സംവിധാനം വന്നപ്പോൾ ഓൺലൈനിൽ കയറി ക്ലാസ് എടുക്കാൻ പ്രയാസം ഉണ്ടാകുന്ന ഈ കാലത്ത് അവർ മുന്നോട്ട് വരികയും എല്ലാവരും നമ്മളെ ഫൗണ്ടേഷനിലുള്ള എല്ലാവരും ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും ഇനി അടുത്ത ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്ത് വരാം സാർ എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അതും സയൻസിൽ +1ലേക്കും +2ലേക്കും വേണ്ട കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ തന്നെ നമ്മളെ കുട്ടികൾ ഇത്രയും മുൻനിരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവരുടെ പോരായ്മകളിലേക്ക് നോക്കാതെ അവരുടെ കഴിവുകളിലേക്ക് നോക്കി നമ്മളവരെ പ്രോത്സാഹിപ്പിക്കാം. ഇനിയും അവരുടെ കഴിവുകൾ മുന്നോട്ട് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സുകൾ ഉപകരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാം, എല്ലാവരും അഭിനന്ദിക്കുക. ഓൾ ദി ബെസ്റ്റ്. Hi, welcome to Harvest Foundation. Myself Swaliha Jabin. I am studying 9th. So today I am going to teach the lesson reproduction in animals. So in this lesson we are going to discuss what is reproduction, modes of reproduction, that is sexual and asexual reproduction, then male and female reproductive organs, primary sex organs, secondary sex organs, then fertilization, etc. etc. So let's begin with digestion, circulation and respiration. So now we will discuss what is digestion. Digestion is the process of conversion of complex food into simple and absorbable form, that is macromolecules into micromolecules. So digestion is a process of conversion of complex food into simple and absorbable form, that is macromolecules into micromolecules. Next we will study what is circulation. Circulation is the transport of oxygen, nutrients, essential substance into the cell and removal of carbon dioxide, energy and waste materials through via blood. So now we will see what is circulation. Circulation is the transport of oxygen, nutrients, essential substance into the cell and removal of carbon dioxide, energy and waste materials through via blood. I will show you a diagram. So imagine this is a cell. This is a cell. This is a nucleus. This is cytoplasm.
This is plasma membrane and transport of oxygen, nutrients like amino acids and glucose, transport amino acids and glucose, and oxygen, then essential substances. So substances into the cell and removal of carbon dioxide, then energy, waste material, out of the cell through via blood. So I hope it's clear for you what is digestion, circulation and respiration. I will read once again. Digestion is a process of conversion of complex food into simple and absorbable form, that is macromolecules into micromolecules. Next, circulation. Circulation is the transport of oxygen, nutrients and essential substances into the cell and removal of carbon dioxide, energy, waste materials through via blood. Then we will study what is respiration. Respiration is also known as breathing. Process of exchange of oxygen from atmosphere and removal of carbon dioxide produced by cells is known as respiration or breathing. Okay, so now we are going to study what is reproduction. What is So what is reproduction? So now we will see what is reproduction. Reproduction is the ability of an organism to produce new individuals of the same species. It is also the production of progenies having features more or less similar to parents morphologically or genetically. This definition is taken from +1 NCERT Living World. Reproduction is very essential for the continuation of species on the earth. So there are two types of reproduction, that is asexual. There are two types of reproduction, that is asexual reproduction and sexual reproduction. The organism so there are two types of reproduction, that is asexual reproduction and sexual reproduction. Asexual reproduction means single parent is involved, whereas in sexual reproduction two parents are involved, that is fusion of sperm and ovum. Sperm is the male gamete and ovum is the female gamete. Fusion of sperm and ovum leading to the formation of zygote. This process is called fertilization. And in sexual reproduction, in asexual reproduction, the new individual is known as clones, whereas in sexual reproduction the new individual is known as offspring. Then in asexual reproduction the new individual is morphologically and genetically similar to the parents, whereas in sexual reproduction there will be variations. So this is asexual reproduction, that is sexual reproduction. So now we will study what is sexual reproduction. So now we will study what is sexual reproduction. Sexual reproduction is a type of reproduction where two parents are involved to give rise to an offspring. Two parents are involved.
So now next we will study male sex organ and female sex organ. Male sex organ is testis, sperm duct or vas deferens, then penis. Next, female sex organ is ovary, uterus, oviduct or fallopian tube. Oviduct is also known as fallopian tube. Sperm duct is also known as vas deferens. So male sex organs are testis, sperm duct or vas deferens and penis, and female sex organs are ovary, uterus, oviduct or fallopian tube. So as I said, for reproduction, male and females have different sex organs. Male sex organs are testis, sperm duct or vas deferens and penis. Female sex organs are ovary, uterus, oviduct and fallopian tube. In this, ovary takes an important role in reproduction. So now we will study three criteria. Okay, three criteria of primary sex organs. So now we will discuss about the three criteria for primary sex organs. That is, it should be able to produce an gamete. Then it should be able to produce a hormone. Then it should have an important role in reproduction. In male body, testis is the primary sex organ, and in female body, ovary is the primary sex organ. And the hormone which is produced by testis is androgen. So in male body, testis is considered as the primary sex organ, and in female body, ovary is considered as the primary sex organ. Testis produce an gamete known as sperm, and ovary produce a gamete known as ovum. The hormone which is produced by testis is androgen, and the hormone produced by ovary are estrogen and progesterone, and they both have an important role in reproduction. So these are the three criteria for primary sex organ. So now we are going to study about the structure of sperm. Sperm consists of head, neck, tail, middle piece. So now we will study structure of sperm. Sperm consists of head, neck, tail and middle piece. Look at here. This is the tail, head. This is a nucleus. This is a middle piece, consists of mitochondria. And head consists of acrosome. This is the middle piece, okay. Okay, this is the structure of sperm. Sperm contains of head, middle piece, neck. This is the neck. Okay. Head, neck, tail, middle piece. Now we will study a term, hermaphrodite or bisexual. This means sexes are united. This means the male and female
reproductive system will be in same individual. Example, earthworm. In the case of earthworm, you can see that male and female reproductive system will be in a same individual, so they are called hermaphrodites. Gonophorism or unisexual means sexes are separated, whereas hermaphrodite or bisexual means sexes are united. Okay, example for hermaphrodite is earthworm. So now we can conclude our class. Today we studied in the beginning digestion. What is digestion? What is respiration and what is circulation? Next we studied what is reproduction. Reproduction is the ability of an organism to produce same individuals, okay, of the organism to produce new individuals of the same species. Then we study what two modes of reproduction, that is asexual reproduction and sexual reproduction. In asexual reproduction, a single parent is involved, whereas in sexual reproduction, two parents are involved. The new individuals of asexual reproduction is called clones, whereas sexual reproduction it is called offspring. Then in asexual reproduction there will be no fusion of sperm and ovum. In sexual reproduction there will be fusion of sperm and ovum, that is ovum into sperm into ovum, leading to the formation of zygote. Then in asexual reproduction the new offspring will be morphologically and genetically similar to parents, whereas in sexual reproduction there will be variations. Next we studied what is fertilization. As I said before, fertilization means fusion of male gametes sperm with a female gametes ovum, leading to the formation of zygote is called fertilization. So reproduction is very essential for the continuity of species on the earth. So then we studied about sexual reproduction. In sexual reproduction two parents are involved. Then we studied hermaphrodite. Example for hermaphrodite is earthworm. Then we studied structure of sperm. Sperm consists of head, neck, tail and middle piece. Middle piece consists of mitochondria and head contain acrosome. Then we studied male and female reproductive organs. Male reproductive organs are sperm, then sperm duct, testis, pair of testes. Then female reproductive organs are pair of ovaries, fallopian tube, then uterus. Uterus is also known as womb. So that's for today. We'll meet in the next class. Until then, bye bye. ഈ വർഷം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഹാർവസ്റ്റ് ഫൗണ്ടേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ടാലൻറ്റ് ഹണ്ട് എന്ന പേരിൽ ഒരു എക്സാം ഹാർവസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലുമായിരിക്കും എക്സാം ഉണ്ടാവുക. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് ക്യാമ്പസിൽ വന്ന് ഈ എക്സാം എഴുതുക. 8, 9, 10 ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും മറ്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നാഷണലൈസ്ഡ് എക്സാമുകളുടെയും കോച്ചിങ് നൽകുക എന്നുള്ളതാണ് ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ്റെ ഉദ്ദേശം. ഇപ്പോഴുള്ള ഏറ്റവും മികച്ച റാങ്കുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൂടെ വന്നിട്ടുള്ളവരായിരിക്കും. ഈ ഫൗണ്ടേഷൻ്റെ പ്രാധാന്യം ഓരോ ദിവസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം ടാലൻറ്റ് ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു എക്സാം എഴുതുക. അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പോട് കൂടി തന്നെ കുട്ടികൾക്ക് ഫൗണ്ടേഷനിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പരമാവധി നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഈ വർഷം 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലേക്കും, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലേക്കായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. എല്ലാവരിലേക്കും ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.